എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആബിദാണ്, ആലിമല്ല ആബിദാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 24 മണിക്കൂറും ഇബാദത്താണ്. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നിസ്കാരവും ദിക്റും ദുആയും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വീടിനകത്തിരുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മലയുടെ മുകളിൽ പോയിട്ട് ഒരു തമ്പ് കെട്ടിയിട്ട് അവിടെ നിന്ന് നിസ്കാരം, അവിടെയാണ് നിന്ന് നിസ്കാരം, എപ്പോഴും നിസ്കാരവാ. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജെ, മോനെ ജുറൈജെ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിക്കുന്നത്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, പടച്ചവനെ നിസ്കാരത്തിലാണല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മായിക്ക് വിളിക്ക് ഉത്തരം കൊടുക്കാമെന്ന് കരുതിയിട്ട് നിസ്കാരം പൂർത്തിയാക്കി. സത്യത്തിൽ നിസ്കരിച്ച് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ ആ കൈയടിച്ചിട്ട് നീ ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ എന്ത് ചെയ്യണം? കൈയടിച്ചിട്ട് ഉത്തരം നൽകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് നമസ്കരിക്കുന്ന സമയത്താണെങ്കിൽ ഉത്തരം നൽകണ്ട, സുന്നത്താണെങ്കിൽ ഉത്തരം നൽകണം. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിൽ തന്നെ നിന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് വിളി കേൾക്കാന്ന് വിചാരിച്ചു. ഉമ്മ മടങ്ങിപ്പോയി. പിന്നെയും വന്നു ഉമ്മ. അപ്പോഴും വന്ന് വിളിക്കുമ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലാണ്. ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാമതും ഉമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതും ഉമ്മ വന്നു. എന്നിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിക്കുകയാ. അപ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. അവിടുന്ന് ചിന്തിച്ചു, അല്ലാഹ്, നമസ്കാരത്തിലാണല്ലോ പടച്ചവര്, നമസ്കാരത്തിലാണല്ലോ പടച്ചവര്. നമസ്കാരം തീർന്നിട്ട് ഉമ്മയുടെ വിളി കേൾക്കാമെന്ന് കരുതുമ്പോ ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ വീടിന്റെ മുന്നിലിരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് 2 കൈ ഉയർത്തുകയാണ്. പടച്ചവന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തുൽതു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുനിസാ. പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മപെങ്ങന്മാരോട്, എന്റെ പ്രിയമുള്ളവര്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കണേ. ഈ 3 പേരെങ്ങാനും നിനക്കെതിരെ ദുആ ചെയ്താ മരണത്തിന് ശേഷമല്ല പൊന്നുമോനെ ശിക്ഷ കിട്ടുന്നത്. ഈ 3 പേര് ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്താ ഈ ദുനിയാവിൽ കിടന്ന് നരകിച്ചിട്ട് നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പേരുടെ ദുആ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, പെങ്ങന്മാരോട്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കണം. ഈ 3 പേര് നിനക്കെതിരെ എങ്ങാനും ദുആ ചെയ്താ ഈ ദുനിയാവിൽ കിടന്നു മരിക്കുന്നതിന് മുമ്പേ നീ നരകിച്ചിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വ്യക്തിയാരെന്നറിയുവോ? അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാ. ഉമ്മ നമുക്കെതിരെ ദുആ ചെയ്താൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അനുഭവിക്കാതെ പോകില്ല ചെറുപ്പക്കാരാ. അത് പള്ളിയിലെ ഉസ്താദാകട്ടെ, വഅദ് പറയുന്നവനാകട്ടെ, ഹാഫിളാകട്ടെ, ആലിമാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. 24 മണിക്കൂറും ഇബാദത്താ. അതാ വനത്തിന്റെ മുകളിൽ നിന്നാണ് ഒറ്റയ്ക്കൊരു തമ്പടിച്ചിട്ടൊരു വീട് കെട്ടിയിട്ട് അതിനകത്തിരുന്ന് രാവും പകലും ഇബാദത്താണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുണ്ടല്ലോ, വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, മോനെ ജുറൈജ്,
വിളിക്കുത്തരം നൽകിയില്ല. അറിഞ്ഞുകൊണ്ടല്ല, നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, അള്ളാന്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഈ സമയത്ത് ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകാൻ, അതാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉത്തരം നൽകാമെന്ന് കരുതിയിട്ട് നിസ്കരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ പൊന്നുമോനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ല റബ്ബേ. ആ ഉമ്മ അല്ലാഹുവോട് പറയുകയാ, ഇവനെ നാണം കെടുത്തരെ പടച്ചവരെ, ഇവനെ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ എന്റെ പൊന്നുമോനെ ജുറൈജിനെ നീ മരിപ്പിക്കല്ല അല്ലാ. ഉമ്മ തന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ, ഉമ്മ തന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 24 മണിക്കൂറും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണുണ്ടല്ലോ ജുറൈജിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ. എന്ത് ചെയ്തിട്ടും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ ഒരു ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ടൊരു പെണ്ണ് കടന്നു വരികയാ. ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവിടെന്ന് പറയുന്നു, ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുകയാണ്. നാട്ടുകാർ മുഴുവനും ഒരുമിച്ചുകൂടി. എന്തിനാണ് ഈ നല്ല മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. എന്റെ പ്രിയമുള്ളവരെ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഒരു പെണ്ണ് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ഈ ജുറൈജാണെന്ന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ആ ജനങ്ങൾ മുഴുവനും ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് തല്ലിപ്പൊളിക്കുകയാ. അവിടെ നിന്ന് വീട് മുഴുവനും നശിപ്പിച്ചിട്ടു. നീ കള്ളനാടാ, നീ വ്യഭിചാരിയാടാ, നീ ഇതിനകത്തിരുന്ന് ഇബാദത്തല്ല നടത്തുന്നത്, ഇതിനകത്തിരുന്ന് വ്യഭിചാരമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ മുഴുവനും പരിഹസിക്കുകയാ, നാട്ടുകാർ മുഴുവനും കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അന്നും ഇന്നും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും കിട്ടിയാ അതിന്റെ സത്യം പോലും ഒരു മനുഷ്യനും നോക്കാറില്ലല്ലോ. ആഘോഷമല്ലേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും വ്യഭിചാരിയെന്ന് മുദ്രകുത്തപ്പെട്ട് നാണം കെട്ട് പരിഹസിച്ച് തല താഴ്ത്തി പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. ആ സമയമുണ്ടല്ലോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറഞ്ഞു, ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാൻ എനിക്കൊരവസരം തരുമോ? ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാൻ നിങ്ങൾ എനിക്കൊരവസരം തരുമോ? ഒരുപാടൊന്നും സമയം വേണ്ട, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്കൊന്ന് സമയം തരുമോ? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ഒരുപാട് പ്രാവശ്യം കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി ചേർക്കാനുള്ള ചരിത്രമാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ ഒന്നുപെടുക്കുകയാ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്, എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ ഒന്നുപെടുത്തിട്ട് വന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ കൈകെട്ടുകയാ. അല്ലാഹു